നമ്മുടെ കേരളത്തിൽ ഞങ്ങൾ ഈ കനലിൻ്റെ യാത്ര കേരളത്തിലൂടെ വരികയാണ്. കനൽ ഓൺ ട്രാക്ക് എന്നുള്ള പ്രോഗ്രാമാണ്. കേരളത്തിലെ ജനങ്ങളെല്ലാം ഒരു ഭരണ തുടർച്ച വരും എന്ന് ആഗ്രഹിക്കുന്നു, വരണമെന്ന് ആഗ്രഹിക്കുന്നു. 16ാമത് ഇലക്ഷനെ അഭിമുഖീകരിക്കുകയാണ്. രണ്ടാം ടേമാണ് അല്ലേ? എങ്ങനെയാണ് മിനിസ്റ്റർ ഇതിനെ കാണുന്നത്? ഈ ഗവൺമെൻറ് ഒരു 10 വർഷത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ജനങ്ങളോട് ഊന്നി പറയുന്നത്. കാരണം അത്രയധികം എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ജനങ്ങളോട് പറഞ്ഞാൽ തന്നെ വോട്ട് ചെയ്യും. കാരണം ഒന്നാം ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ആ ഗവൺമെൻറ്റിനോടൊപ്പം ഇവിടുത്തെ ജനങ്ങൾ നിന്നു. അതുകൊണ്ടാണ് വീണ്ടും രണ്ടാം ഗവൺമെൻറ് വന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും പട്ടയം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഈ ഗവൺമെൻറ് പോയപ്പോൾ വലിയ മാറ്റമാണ് കേരളത്തിലുണ്ട്. പശ്ചാത്തല മേഖലകളിലൊക്കെ തന്നെ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ പൊതുമരാമത്ത് റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം ഞങ്ങളെടുത്ത് നോക്കിയാൽ പരിപൂർണമായിട്ടും പൊതുമരാമത്ത് റോഡ് ഒരുവിധം എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് അത് റോഡ് ഇല്ല എടുക്കാൻ. ആ തരത്തിലുള്ള വലിയ വികസനമാണ് ഞങ്ങളിവിടെ തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല എല്ലാത്തിലും വലിയ മാറ്റമാണ്. അപ്പോൾ അത് മാത്രമാണ് ഞങ്ങളിപ്പോൾ ജനങ്ങളോട് പറയുന്നത്. അങ്ങനെ അവർ ആ ജനം നമുക്ക് വോട്ട് ചെയ്യും. സാമൂഹ്യക്ഷേമ പെൻഷനായാലും നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ, നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള പെൻഷൻ, അങ്ങനെ വ്യത്യസ്ത പെൻഷൻ ഉൾപ്പെടെയുള്ളത് നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുകയാണ്. എത്രയോ ബുദ്ധിമുട്ടുകൾ കേരളം അഭിമുഖീകരിച്ചു. കടുത്ത വെള്ളപ്പൊക്കമുണ്ടായി, COVID-19 ഉണ്ടായി, വയനാട് ജില്ലയിലെ ദുരന്തമുണ്ടായി. ആ ദുരന്ത മുഖങ്ങളിലെല്ലാം ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നൊരു ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അപ്പോൾ വയനാട് ഇപ്പോൾ ചെന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചല്ലോ അവിടുത്തെ സിറ്റിയും അവിടുത്തെ ആൾക്കാരുടെ ജീവിതവും, അവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുത്തതും അവരെ എങ്ങനെയെല്ലാം നമ്മൾ സഹായിച്ചു എന്നുള്ളതും എല്ലാം നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മൂന്നാം ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരും. അതിനുള്ള വിപുലമായ ഒരു പ്രവർത്തനമാണ് കേരളത്തിലെ ഇടതുപക്ഷം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷത്തോടുകൂടി ഈ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ള വലിയ ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് വന്നു കയറിയപ്പോൾ മുതൽ ഇങ്ങനെ ജനങ്ങളുടെ പൊതു അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിഞ്ചറാണി സഖാവ് വീണ്ടും വരണമെന്നൊരു ആഗ്രഹം അവരെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ സംവിധാനാവകാശം നേടി കടന്നു വരുമ്പോൾ ഇനി എന്തൊക്കെയാണ് ഇപ്പം ഭരണ തുടർച്ച എന്നുള്ള കഴിഞ്ഞ ടേമിലായിട്ട് തുടങ്ങി വെച്ചതുണ്ട്, പൂർത്തീകരിക്കണം. ഇനി എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി വിഭാവന ചെയ്യുന്നത്? ഇനി നമ്മൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇനിയും ചെയ്യേണ്ടി വരും. ഒരുപാട് ചെയ്തിട്ടുണ്ട്, എന്നാലും നമുക്ക് ഇനിയും ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ ഞങ്ങളെടുത്ത് നോക്കിയാൽ എല്ലാ LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഇതെല്ലാം പുതിയ ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പശ്ചാത്തല മേഖലകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു താലൂക്ക് ആശുപത്രിയുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും രോഗികളായിട്ട് അവിടെ എത്തുന്നത്. അവരെയൊക്കെ സഹായിക്കുക. കാരണം മലയോര പ്രദേശമാണ്, ഗ്രാമപ്രദേശങ്ങളാണ്, അവിടെ നിന്ന് വരുന്ന ആൾക്കാരാണ്. അവിടെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥല സൗകര്യം കുറവാണ് താലൂക്ക് ആശുപത്രിയിൽ. ഇപ്പം നമ്മൾ 22 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഇപ്പോൾ റവന്യൂ വിട്ട് തന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് ഇപ്പോൾ 10 കോടി രൂപ ആദ്യത്തെ ഇപ്പം നമ്മൾ ബഡ്ജറ്റിൽ വെച്ചു. ഒരു 7 നില കെട്ടിടമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വലിയ മാറ്റം നമ്മുടെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിക്ക് വരാൻ പോവുകയാണ്. അത് ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നമാണ്. പിന്നെ ആ കടയ്ക്കൽ തന്നെ നമുക്കറിയാം ഒരു കോടതി സമുച്ചയം ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. 3 കോടി രൂപ ഇപ്പം മാറ്റി വെച്ച് കഴിഞ്ഞു. എല്ലാം ഒരുവിധം ആയിട്ടുണ്ട്, തറക്കല്ലിട്ടാൽ മതി. അങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള സ്കൂൾ ഗ്രൗണ്ടുകൾ നമ്മുടെ പഞ്ചായത്തുകളിലെല്ലാം ഓരോ കോടി രൂപയ്ക്ക് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുകയാണ്. കാരണം വളർന്നു വരുന്ന കായിക താരങ്ങളെ വളർത്തിയെടുക്കുക, അത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. ഇപ്പോൾ ഒരു സ്കൂളിന് ഞങ്ങളിപ്പം ചിങ്ങേലി സ്കൂളിന്, ഇവിടുത്തെ ഹൈസ്കൂളാണ് കടയ്ക്കല, അതിനിപ്പോൾ 2 കോടി രൂപ ഗ്രൗണ്ട് നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾ അതിനും മാറ്റി വെച്ച് കഴിഞ്ഞു. അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ നമുക്കിനി ഒരുപാട് വികസനങ്ങൾ 5 വർഷം കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1200 കോടി രൂപയുടെ ഒരു പ്രവർത്തനം, വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ 5 വർഷം കൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഇനി ഒരു 5 വർഷം കൂടെ കിട്ടിയ നല്ല വികസനങ്ങൾ, വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു സുപ്രഭാതത്തിൽ MLA ആയതോ മന്ത്രിയായ ആളല്ല ചിഞ്ചറാണി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ യുവജന സംഘടനകളുടെ നേതാവ്, കരുത്തുറ്റ നേതാവായി കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ യുവജനക്ഷേമത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്? യുവജനങ്ങളെ സഹായിക്കാൻ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ ചില പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. സംരംഭങ്ങൾ ആരംഭിക്കുവാൻ നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ ഓരോ വർഷവും സംരംഭങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംരംഭങ്ങൾ, കൂടുതൽ ഞങ്ങളുടെ പശു വളർത്തൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് 10 പശുവിനെ വളർത്തുന്ന യൂണിറ്റുകൾ,
സബ്സിഡിയോട് കൂടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അവരുടെ പലിശ നമ്മൾ ഗവൺമെൻറ് അടയ്ക്കുകയാണ്. ഒരു 10 പശുവിൻ്റെ ലോൺ അവരെടുത്താൽ പിറ്റേന്ന് മുതൽ പാല് കൊടുക്കാൻ സംഘത്തിൽ അവർക്ക് ആവശ്യമുള്ള പാല് മുഴുവൻ അവിടെ കൊടുക്കാൻ ആൾക്കാർ തയ്യാറാണ്. പശുക്കളെ എടുത്താൽ അത് ഒരു വർഷം 3 ലക്ഷം വരെ അവർക്ക് ഞങ്ങൾ ഇളവ് കൊടുക്കുകയാണ് പലിശയിൽ. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി പദ്ധതികൾ തന്നെ നമുക്കിവിടെയുണ്ട്. അതെല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്നു. മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ഒരു വലിയ പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കെപ്കോയുടെ ഒരു കെപ്കോ പദ്ധതി ഞങ്ങൾ ഏകദേശം 21 കോടി രൂപയുടെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ഒരു മണിക്കൂറിൽ 1000 കോഴിയെ പ്രോസസ്സ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രോസസ്സിംഗ് പ്ലാന്റ് തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആനിമൽ ഹസ്ബൻഡറി മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഈ ക്ഷീര കർഷകരുടെ പ്രത്യേകിച്ച് ഇപ്പോൾ മുനിസിപ്പാലിറ്റി മേഖലകളിൽ ക്ഷീര കർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ ഈ നമ്മുടെ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവർക്കൊക്കെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കർഷകരെ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. കാരണം ഈ കർഷകർക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അവർ ഓരോ ദിവസം വിളിക്കുമ്പോൾ എൻ്റെ നമ്പറിലാണ് അവർ വിളിക്കുന്നത്. കാരണം എൻ്റെ നമ്പറാണ് സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നേരിട്ട് മന്ത്രിയെ വിളിക്കുക. അവർക്ക് ചിലപ്പോൾ മറ്റൊരു ഡോക്ടറെ വിളിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥനെ വിളിച്ചാൽ കിട്ടില്ല. മന്ത്രി വിളിച്ചാൽ കിട്ടും. ഞാനത് എടുക്കും. അവരുടെ പ്രശ്നം ഗുരുതരമാണെങ്കിൽ അപ്പോൾ ഞാൻ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ആ വകുപ്പ് ഞങ്ങൾ ശക്തമായ നിലയിൽ കൊണ്ടുപോകുന്നു. ഈ ക്ഷീര മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും എന്തായാലും വനിതാ ശാക്തീകരണം എന്നുള്ള നിലയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു സ്ത്രീകളൊക്കെ രാവിലെ കുറെ സ്ത്രീകളുണ്ടായിരുന്നു. ഉച്ചയായപ്പം പല പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട് മണ്ഡലത്തില്? പ്രവർത്തനം നല്ല രീതിയിലും ആൾക്കാരെല്ലാം നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. നല്ല ഒരു മെച്ചപ്പെട്ട രീതിയിൽ തന്നെ നമ്മൾ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഈ മണ്ഡലം നിലനിർത്തുക. മണ്ഡലത്തിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വലിയ ഭൂരിപക്ഷത്തോടുകൂടി സഖാവ് ജയചന്ദ്രാണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നാളിതുവരെ കാണാത്തൊരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ടല്ലേ കാര്യങ്ങൾ? കാരണം എന്താ പറയുക, കുറച്ചുകൂടെ ഈസി ആയിട്ട് തന്നെയാണ് പോകുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഒരു മാറ്റമാണ് ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഈ വോട്ടർമാരുടെ മുഖത്തൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അല്ലേ, ഇടതുപക്ഷം വീണ്ടും വരും? അത് എപ്പോഴും നമ്മൾ ചെന്ന് അവരുമായിട്ട് നേരിട്ട് ഇടപെടുന്നത്. എനിക്ക് ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല. ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് 21 വയസ്സിൽ തുടങ്ങിയതാണ്. പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയി, കോർപ്പറേഷൻ കൗൺസിലറായി. ഒരാളിനെ കണ്ടാൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം നമ്മൾക്ക് വോട്ട് ചെയ്യുന്ന ആളാണെന്ന്. ഇവരാരും മനസ്സിലാക്കില്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. പക്ഷെ അത് അവരുടെ മുമ്പിൽ നമ്മൾ പറയില്ല. അത് കഴിഞ്ഞ ഈ ടൈമിൽ ഞാനിവിടെ നിന്നപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. പക്ഷേ ഇടതുപക്ഷം ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് വിജയിക്കാൻ സാധിച്ചു. ഇത്തവണ ആ ഇടതുപക്ഷം എന്നോടൊപ്പം തന്നെയുണ്ട്. പഴയതിലും കുറച്ച് വിശ്വാസവും കുറേ പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ട് അതിൻ്റെ മാറ്റവും എല്ലാം നമുക്കുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള നല്ല ഉത്തമ വിശ്വാസം എനിക്ക്. തീർച്ചയായിട്ടും എന്തായാലും കടക്കൽ നിവാസികളുടെ മനസ്സിലും മുഖത്തും ഒക്കെ ഈ പുഞ്ചിരി കാണാൻ പറ്റും. ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ആ ഭരണ തുടർച്ചയും വികസന തുടർച്ചയും കടക്കലിലെ വീണ്ടും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ജയചന്ദ്രാണി അടുത്ത തവണയും മത്സരിച്ച് വിജയിക്കണം. ഈ പറഞ്ഞ പോലെ ഒരു വലിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കണം. സ്ത്രീ സംരംഭകരെയൊക്കെ നമുക്കിവിടെ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള വിപ്ലവ അഭിവാദികൾ. താങ്ക് യു.